നോക്ക്. ഓ സ്പൈഡർമാൻ എവിടെ കാണിച്ചെടുക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അമ്മ കാശിമോനെയും കൊണ്ട് അങ്കലാടിയിൽ പോയിട്ടോ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ പോയ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, അകം കൊലായൊക്കെ ഒന്ന് അടിച്ചടി കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ്റെ വീതന തുടയ്ക്കാനായിട്ട് പോന്നു കേട്ടോ. ഇനി ചോറിന് വെള്ളം വെക്കണം, പിന്നെ ചണ്ടിക്കോഴിയുണ്ട്, അത് പാർട്സ് കറിയും വെക്കണം. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയാൻ അതേ ഉള്ളൂ. പിന്നെ രാവിലെ പോകുമ്പോൾ തന്നെ ഷൈജേട്ടന് കുറച്ച് ചോറും പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കറിയൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഈ രാവിലെ പിന്നെ ഓനോ അങ്കലാടി കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കും രാത്രിയേക്കും കണക്കാക്കിയിട്ടുള്ള ചോറ് വെക്കാറ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഇതാ ടി വിയിൽ വൈഫൈ കണക്ട് ചെയ്തു പാട്ട് കേട്ടിട്ടാട്ടോ പണി ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ മരുന്ന് കുടിക്കാണ്ടായിരുന്നു, അയ്യനും ഫോളിക് ആസിഡ്. അപ്പോൾ അതാ ആ മരുന്ന് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ വന്നു. അപ്പോൾ തീയൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്ത് അമ്മ ചോറിന് വെള്ളം വെച്ച് തന്നിട്ടോ. അപ്പോൾ ചിക്കൻ ഞാനിതാ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും തക്കാളിയൊക്കെ അരിഞ്ഞിടണം. അപ്പം മുളക് എന്ത് ചെയ്യുക, പൊടിച്ചത് വറക്കുകയാണ്. മല്ലി നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. മുളക് ആ ഒരു ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചത്. അപ്പോൾ ഞാൻ മുളകും പൊടി മല്ലിപ്പൊടിയും കൂടി വാട്ടിട്ട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, മല്ലി വറുത്ത് പൊടിച്ചതല്ലേ, ഇനി അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് ഞാൻ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ മുളകും പൊടി മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ബ്രോയിലർ ചിക്കനേക്കാൾ ഏറ്റവും ഇഷ്ടം ചണ്ടിക്കോഴി കേട്ടോ. ഈ ചണ്ടിക്കോഴി തിന്നുമ്പോൾ നമ്മുടെ നാടൻ കോഴിയുടെ ഒരു ടേസ്റ്റാണ്. ചണ്ടിക്കോഴി എന്ന് പറഞ്ഞാൽ ലഗോണ്, അണ്ണൻകോഴി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം വറ്റിച്ച് കുറുക്കി കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ ഒരു രസം. ഇതിൻ്റെ പാർട്സ് ഇട്ടിരുന്നു ഇന്നലെ ഞാൻ എന്താണ് കുക്ക് ചെയ്തിരുന്നത്, നമ്മുടെ പാർട്സ് കറി, പാർട്സ് ഫ്രൈ. അപ്പോൾ ഇതൊന്ന് കറി വയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് ഞാൻ മ്യൂസിക് എടുക്കുക, കാരണം എനിക്ക് വോയിസ് ഭയങ്കര സൗണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കരുതപ്പും ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നല്ലൊരു വീഡിയോ ആയിരുന്നു. ടാറ്റാ ബൈ, സീ യു.